ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇതാ ഓക്കെ, എടുത്തപ്പോൾ തന്നെ ഒരു 1000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളുടെ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ ട്രേഡ് എടുത്താണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ല, 2000+ പ്രോഫിറ്റ് എടുത്ത ഉടനെ കാണിച്ചായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ക്വിക്ക് മൊമെൻറ്റം മേളിലോട്ട് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചു. 1000 ലോസിന് അടുപ്പിച്ചായറേ. ഓക്കെ, നമുക്ക് ഇതിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടുത്തെ 1000+ ആയി. ഓക്കെ, നമുക്ക് 632 കിട്ടിയത്. അപ്പോൾ 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 594ഉം 595ഉം കൊടുക്കാം ട്രിഗർ. ഓക്കെ, ഒരു 2000 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട്. ഇതാ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇതാ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ആ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്ത ഉടനെയാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻ്റർ ചെയ്ത് നമ്മുടെ ലൈനിലേക്ക് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്കൊരു എൻട്രി കൊടുക്കാതെ മാർക്കറ്റ് ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു മൊമെൻറ്റം മേളിലോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് എഗനിസ്റ്റ് വരുവാണെങ്കിൽ 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയ വരും, 78 പോയിൻറ്റ്സ്. നമ്മുടെ ലൈനിനെ ഇനിയിപ്പോൾ ഡ്രോ ചെയ്ത് വരിക. ഇതാണ് നമ്മളുടെ എൻട്രി. ഇത് നമ്മുടെ ലൈനല്ല കേട്ടോ, അത് ഞാൻ വെറുതെ ഒരു എൻട്രി പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വരച്ചാൽ. നമ്മുടെ ലൈനിനെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ലൈനെ ഫിബോയെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ 0.6% എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ വരും. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റീടെസ്റ്റിന് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അതിന് മുന്നേ നമ്മളെ മാർക്കറ്റ് പിടിച്ച് വെളിയിലാക്കും. സോ അപ്പോൾ ഏതായാലും ഞാൻ അവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 606 ആയി. നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 4000 ഒരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമുക്ക്, മീൻസ് ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ബെയർ ചെയ്യേണ്ടി വരുന്നത്. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് വളരെ അടുത്ത് എത്തിയിട്ടുണ്ട്. പ്രീമിയം വൈസാണ് ഞാൻ പറയുന്നത്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഹിറ്റായില്ലെന്ന് തോന്നും, പക്ഷേ പ്രീമിയം വൈസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. അടുത്ത ട്രേഡ് ഞാൻ എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, അടുത്ത ഒരു ട്രേഡിൽ ഞാൻ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എൻറ്റർ ചെയ്തേ ഉള്ളൂ. 53,600 PE ആണ് ഞാൻ ബൈ ചെയ്ത് എടുത്തപ്പോൾ ഒരു താഴത്തോട്ടൊരു ഫോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളുടെ ട്രേഡിൽ എൻറ്റർ ആയത്. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡബിൾ ടോപ്പ് ഫോം ചെയ്തു. അവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത ഉടനെയാണ് നമ്മളുടെ ട്രേഡിൽ, ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ ട്രേഡിൽ എൻ്റർ ആയത്. ഇവിടുന്ന് താഴത്തോട്ട് മാർക്കറ്റ് നമ്മുടെ ലൈനെയും ബ്രേക്ക് ചെയ്ത് ഒരു അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നവരെ ഞാൻ കാത്തു നിന്നില്ല. അതിന് മുന്നേ തന്നെ ഞാൻ ട്രേഡ് എടുത്തു. കാരണം ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ആയതുകൊണ്ടാണ്. സോ ഇനിയിപ്പോൾ നമ്മളുടെ ലൈൻ, ഓക്കെ, നമ്മുടെ ലൈനിന് അത്യാവശ്യം ക്രോസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു നമ്മൾ. പക്ഷെ അത്യാവശ്യം അവിടുന്ന് റിജക്ഷനാണ്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ, ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 100 പോയിൻറ്റ്സ് ഏകദേശം ഈ ഒരു ഏരിയയിൽ വരും. സ്റ്റോപ്പ് ലോസ് 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലും വരും. എക്സാക്ട്ലി ആ ഒരു പോർഷനിൽ തന്നെയാണ് മാർക്കറ്റ് റിജക്ഷൻ എടുക്കുന്നത്. നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്.
പക്ഷേ നോക്കാം. ഓക്കെ, ബ്രേക്ക് ഡൗൺ കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയ വരെയാണ് നമ്മളുടെ വലിയൊരു മൊമെൻ്റ് ഒന്നും താഴത്തോട്ട് പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു ഏരിയ വരെയാണ് നമ്മളുടെ ഫോള് പ്രതീക്ഷിക്കുന്നത്. സോ ഏതായാലും ഒന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ്, നമുക്ക് അത്യാവശ്യം ഫോള് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കണ്ട. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. 513 0.26 നമുക്ക് എൻട്രി കിട്ടിയത്. 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം 475 476 ട്രിഗർ പ്രൈസും വച്ചേക്കാം. ഓക്കെ, 513 കിട്ടിയത്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡേഴ്സ്, ഏകദേശം മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിന് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 563 നമ്മളുടെ ടാർഗറ്റ് ഒരു 100 പോയിൻറ്റ്സ് 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആ ഒരു ഏരിയയിൽ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 545 ഒരു 563 ആവുകയാണെന്നുണ്ടെങ്കിൽ മാനുവലി എക്സിറ്റ് ചെയ്തേക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ട്രേഡിൽ നിന്ന് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1400 പ്രോഫിറ്റ്, ലോസിനെ റിക്കവർ ചെയ്ത് 1400 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ട്രേഡ് വല്ല എടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. ട്രേഡേഴ്സ്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലൈനിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഡൗൺഫോൾ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 50.38 നമുക്ക് എൻട്രി കിട്ടിയത്. 53,700 പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡൗൺഫോൾ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. നമ്മൾ റിസ്ക് എടുക്കണ്ട. ഇവിടുന്ന് എങ്ങാനും ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണെങ്കിൽ നമ്മൾ പെട്ട്. അപ്പം 466 467 ട്രിഗർ പ്രൈസ് 467. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 466.67. ഇപ്പം ഒരു നമ്മളുടെ പ്രോഫിറ്റ്, കയ്യിലുണ്ടായിരുന്ന പ്രോഫിറ്റ് ഇപ്പം മാർക്കറ്റ് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ലോസാണ് റണ്ണിങ്. നമുക്കൊന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഞാൻ ഇവിടെ മാർക്കറ്റ് 536 554 നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് വരേണ്ടത്. 5,000+ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ 5,000+ പ്രോഫിറ്റ് കാണിച്ചത്. അപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മാർക്കറ്റ് അവിടെ നിന്ന് റിട്ടേൺ ആവുകയാണെങ്കിലും ഒരു 500 സംതിങ്ങിൻ്റെ പ്രോഫിറ്റ് എടുത്ത് അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. സോ അപ്പം ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇത് മാർക്കറ്റിൻ്റെ ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ, ഇങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുണ്ട്. സോ ആ ബ്രേക്ക് ഔട്ടിനെ റീടെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് മേളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ട്രേഡേഴ്സ്, നമുക്ക് മാർക്കറ്റിൽ ഇവിടെ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം. വേറൊന്നുമല്ല, അവിടെ ഒരു നമ്മളിപ്പം നമുക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ നമ്മൾ വളരെ ഗ്രീഡിനെസ് കാണിച്ച് ഉള്ള പ്രോഫിറ്റും കൂടെ കളയേണ്ട കാര്യമില്ല. നമ്മളൊരു 5000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്ത് അതിൻ്റെ ബ്രേക്ക് ഔട്ട്, പിന്നെ മാർക്കറ്റ് അവിടെ റീടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ നമ്മളുടെ ഒരു ടാർഗറ്റ് പോയിൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന്, വെറുതെ ഒരു ഗ്രീഡിനെസ് കാണിച്ചിട്ട് വെറുതെ പോയിൻ്റ് കളയണ്ടല്ലോ അല്ലെങ്കിൽ ട്രേഡിൽ ലോസ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഓവറോൾ ഇതായിരുന്നു ട്രേഡ്. ബൈ.